നമസ്കാരം. സുരേഷ് ഗോപിക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന നടൻ ഷമ്മി തിലകന് നേരെ കൂട്ടം ചേർന്ന സൈബർ ആക്രമണം. ജൂൺ 26-നായിരുന്നു നടൻ സുരേഷ് ഗോപിയുടെ പിറന്നാൾ. മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളടക്കം താരത്തിന് ആശംസകൾ നേർന്ന് രംഗത്തെത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നടൻ ഷമ്മി തിലകനും സുരേഷ് ഗോപിക്ക് സമൂഹ മാധ്യമങ്ങൾ വഴി ആശംസകൾ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇടത് ഇസ്ലാമിസ്റ്റുകൾ കൂട്ടം ചേർന്ന് നടനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും സൈബർ ആക്രമണവുമാണ് തൊടുത്തുവിടുന്നത്. ശ്രുതികളിൽ തിളങ്ങുന്ന സാന്നിധ്യം, ശ്രേഷ്ഠതയാൽ നിറഞ്ഞ പോരാളി, സിനിമയും സേവനവും ഒരുമിച്ച് ചേർന്ന തൃശൂരിന്റെ മിടുക്കനായ നായകൻ, സംഗീതമാം ജീവിതപാതയിൽ സന്തോഷങ്ങൾ നിറയട്ടെ എന്നും പിറന്നാൾ ആശംസകൾ പ്രിയ സുഹൃത്തെ എന്നും സ്നേഹത്തിന്റെ പര്യായമേ എന്നായിരുന്നു സുരേഷ് ഗോപിക്ക് അതായത് ഷമ്മി തിലകൻ പിറന്നാൾ ആശംസയായി കുറിച്ച കുറിപ്പ്. പക്ഷെ ഇതിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ നിമിഷങ്ങൾക്കുള്ളിലാണ് താരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിലായിട്ട് വന്നത്. രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും പേരിൽ സുരേഷ് ഗോപിക്കെതിരെയും തനിക്കെതിരെയും വിദ്വേഷം ചൊരിഞ്ഞവർക്ക് ഷമ്മി തിലകൻ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. മഹാനായ നടൻ തിലകനെയും അധിക്ഷേപിച്ചു കൊണ്ടാണ് മിക്ക കമന്റുകളും ഉണ്ടായിരുന്നത്. ഇതോടെ താരത്തിന് പിന്തുണയുമായി മറ്റൊരു പക്ഷവും കമന്റ് ബോക്സിൽ രംഗത്തെത്തി. കേരളത്തിൽ ഇടത് ഇസ്ലാമിസ്റ്റുകളുടെ തീവ്ര സംഘം വളരുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇതെന്ന് നടൻ ഷമ്മി തിലക് നേരത്തെ തന്നെ തനിക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ആക്രമണത്തെ തുടർന്ന് പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിൽ വളർന്നു വരുന്ന മോദി വിരോധികളെക്കാൾ അധികമായി SG വിരോധികൾ ഇപ്പോൾ ഉയരുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ ഒരു കുറിപ്പും ഇദ്ദേഹത്തിന്റെ ഈ ഒരു ആശംസയും അതിന് പിന്നാലെ വന്നിരിക്കുന്ന ഈ സൈബർ ആക്രമണവുമെല്ലാം. നരേന്ദ്രമോദി എന്ന വ്യക്തിയോ സുരേഷ് ഗോപി എന്ന വ്യക്തിയോ ഒന്നുമല്ല ഇവർക്ക് പ്രശ്നം. അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ് ഇത്തരം വിരോധികളുടെ പ്രധാന പ്രശ്നം. അല്ലായിരുന്നെങ്കിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന തന്റെ സഹപ്രവർത്തകന് ഒരു പിറന്നാൾ ആശംസ നൽകിയതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്ന ഒരാവശ്യമേ ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇതെല്ലാം കേരളത്തിൽ സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ BJP ശക്തമാകുമോ എന്ന ചിലരുടെ പേടിയാണ് പരോക്ഷമായി വ്യക്തമാക്കുന്നത്. കേന്ദ്രമന്ത്രിയാകും മുമ്പ് തന്നെ രാഷ്ട്രീയം നോക്കാതെ സഹായം അർഹിക്കുന്നവരെ തന്നോടൊപ്പം ചേർത്ത് പിടിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്ത വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നത്. അങ്ങനെ ഒരു വ്യക്തി ഒരു പാർട്ടിയെ കൂടെ പിന്തുണച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായി കേരളത്തിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് അത് വളരെ വലുതായിരിക്കുമെന്നാണ് ഈ വിമർശകർക്കൊക്കെ അറിയാവുന്ന കാര്യം. അതാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നാം കണ്ടത്. അതിനാൽ ഇനിയും അദ്ദേഹത്തെ, അതായത് സുരേഷ് ഗോപിയെ വളരാൻ അനുവദിച്ചുകൂടാ എന്ന മനോഭാവത്തിലാണ് ഇത്തരത്തിൽ സഖാക്കന്മാർ ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത്. പല രാഷ്ട്രീയ പ്രവർത്തകരും ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും CPM സംഘടനയും സഖാക്കന്മാരുമെല്ലാം BJPക്കെതിരെയും സുരേഷ് ഗോപിക്കെതിരെയും അതിശക്തമായി തന്നെ രംഗത്തുണ്ട്. ഇതിൽ ഒരു പ്രതികാര മനോഭാവം ഉള്ളത് പ്രധാനമായിട്ടും CPMന് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സ്വയം ശക്തമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അവരുടെ മനസ്സിൽ ഇടം നേടി ഭരണം ഉറപ്പിക്കുന്നതിന് പകരം CPM സഖാക്കന്മാർ ചെയ്യുന്നത് തങ്ങളുടെ എതിർവശത്തുള്ളവരെ നശിപ്പിച്ചിട്ട് ആ സ്ഥാനത്ത് കയറി പറ്റുക എന്നുള്ള തന്ത്രമാണ്. എന്തായാലും അതിനുവേണ്ടി സൈബർ പോരാളികളെ അടക്കം തയ്യാറാക്കിയിരിക്കുകയാണ് CPM സഖാക്കന്മാരാണ് എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. എന്നാലും ഇത്തരം ഒരു കാര്യത്തിലും ഭയക്കുന്ന ഒരാളല്ല സുരേഷ് ഗോപി. അദ്ദേഹം എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ തരണം ചെയ്യുമെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചതാണ്. അദ്ദേഹം കേന്ദ്ര പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹത്താൽ ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി ചെയ്യാറുമുണ്ട്. അതിനാൽ 10 മടക്കി തോൽവി സമ്മതിക്കുന്നതാവും CPMന് നല്ലത്.